നമസ്കാരം. വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. ഡ്രൈവർ അപമര്യാദയായി പെരുമാറി ഓട്ടോയിൽ നിന്ന് ചാടിയ യുവതിക്ക് പരിക്ക്. ഡ്രൈവറെ തിരുവനന്തപുരത്തെത്തി പിടികൂടി. വെള്ളം കോരുമ്പോൾ വീടിന്റെ താക്കോലടങ്ങിയ പേഴ്സ് കിണറ്റിൽ വീണു. അഗ്നിരക്ഷാസേന കണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകി. റോഡ് റെസ്റ്റോറേഷൻ പ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ അധികൃതരുടെ അനാസ്ഥ. അരീക്കാട് മേഖല UDF ശക്തമായി പ്രതിഷേധിച്ചു. മംഗലം കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പറവണ്ണയിലെ അറിവിന്റെ വെളിച്ചമായ 75 വർഷം നീണ്ടുനിന്ന പുസ്തകങ്ങളുടെ നിറശേഖരവുമായ സിറാജുൽ ഉലൂം ഗ്രന്ഥാലയം സന്ദർശിച്ച് വിദ്യാർത്ഥികൾ. സാക്കിർ പിലാശ്ശേരിയുടെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടി AIF പ്രവർത്തകർ ധനസമാഹരണം നടത്തി. വാർത്തകൾ വിശദമായി. ഓട്ടോ ഡ്രൈവർ ശല്യപ്പെടുത്തിയതിനെ തുടർന്ന് ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് യുവതി പുറത്തേക്ക് ചാടി. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറെ തിരുവനന്തപുരത്തെത്തി പോലീസ് പിടികൂടി. താനൂർ പുതിയ കടപ്പുറത്ത് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ഷബീറിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. യുവതി മൂലക്കലിലെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ കാളാടുനിന്ന് ഓട്ടോയിൽ കയറിയപ്പോഴാണ് ശല്യം ചെയ്യാൻ തുടങ്ങിയത്. അപമര്യാദയായി പെരുമാറിയതോടെ യുവതി ഓട്ടോയിൽ നിന്ന് ചാടുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി R. വിനോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ DVSP P. പ്രമോദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം CCTV അടക്കമുള്ളവ പരിശോധിച്ച് ഇയാളുടെ ഓട്ടോ നമ്പർ കണ്ടെത്തിയതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. പ്രതിയെ തിരിച്ചറിയാനായില്ലെങ്കിലും മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റവും സംഘവും തിരുവനന്തപുരത്തെത്തി പ്രതിയെ പിടികൂടി. താനൂർ DVSP P. പ്രമോദിനെ കൂടാതെ താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റും സബ് ഇൻസ്പെക്ടർമാരായ NR സുജിത്, സുഗീഷ് കുമാർ, പ്രമോദ്, ASI നിഷ, സെബാസ്റ്റ്യൻ രാകേഷ്, സലേഷ്, വിനീത്, ഷിബു, അനിൽ, പ്രകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി. വെട്ടൻ ന്യൂസ് താനൂർ. വെള്ളം കോരുമ്പോൾ വീടിന്റെ താക്കോലടങ്ങിയ പേഴ്സ് കിണറ്റിൽ വീണു. അഗ്നിരക്ഷാസേന കിണറ്റിലിറങ്ങി മുങ്ങി പേഴ്സ് കണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകി. താനൂർ ശോഭപ്പറമ്പ് പുതിയമ്പാട്ട് സരോജിനിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടയിലാണ് സംഭവം. കണ്ണച്ചാനകത്തുപറമ്പ് പുഷ്പയുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സാണ് അബദ്ധത്തിൽ കിണറ്റിൽ വീണത്. പേഴ്സിൽ വീടിന്റെ താക്കോലും മൊബൈലും ഉണ്ടായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. സ്കൂബ ധരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബാലഗോപാൽ കിണറ്റിൽ മുങ്ങി മൊബൈൽ ഫോണും താക്കോലും എടുത്ത് പുഷ്പയ്ക്ക് നൽകി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TK മദനമോഹനൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KK സന്ദീപ്, ശരൺ സുന്ദർ എന്നിവർ പങ്കെടുത്തു. വെട്ടൻ ന്യൂസ് തിരൂർ. താനാളൂർ പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി 1 വർഷത്തോളമായി വെട്ടിപ്പൊളിച്ച അരീക്കാട് തലപ്പറമ്പ് അയ്യായ റോഡ് റെസ്റ്റോറേഷൻ പ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ അരീക്കാട് മേഖല UDF കമ്മിറ്റി ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രദേശത്തുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി പൂർത്തിയാക്കാത്ത കേരള വാട്ടർ അതോറിറ്റിയുടെയും താനാളൂർ ഗ്രാമപഞ്ചായത്തും നടത്തുന്ന ഒളിച്ചുകളി അതീവ ഗുരുതരമെന്നും ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ളതാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കേരള വാട്ടർ അതോറിറ്റിയും താനാളൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും അനാസ്ഥ വെടിയണമെന്നും പ്രവൃത്തി എത്രയും വേഗത്തിലാക്കണമെന്നും UDF കമ്മിറ്റി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. കോൺഗ്രസ് നേതാവ് കള്ളിക്കൽ റസാഖ്, വാർഡ് മെമ്പർ കുഞ്ഞാപ്പ തെയ്യമ്പാട്ടി, MM ഖാസിം, V മജീദ്, നാസർ, KV ഖാലിദ് എന്നിവർ സംസാരിച്ചു. വെട്ടൻ ന്യൂസ് താനാളൂർ. നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മംഗലം പഞ്ചായത്ത് ആര്യാടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും കരിമരുന്ന് പ്രയോഗവും നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ ഭാഗമായി നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ ഇബ്രാഹിം ചേന്ദ്ര, K പാത്തുമ്മക്കുട്ടി, സുനിൽ പള്ളിപ്പുറം, ബാബു K ബാലൻ, അസീസ് കൂരിയാടി, C റഹീം, OT ഭരതൻ, M ബിജു, K ശശി, K യേശുദാസ്, PP രാജൻ,
ഷംസു, ഗിരിജാകുമാർ, കെ മോഹനൻ, ഇ വി മണി, വി കെ പ്രമോദ്, പി മൊയ്തീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് മംഗലം. വായനാവാരത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ 75 വർഷം പിന്നിട്ട സിറാജുൽ ഉലൂം ഗ്രന്ഥാലയവും വായനശാലയും സന്ദർശിച്ചു. പറവണ്ണ സലഫി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളാണ് സന്ദർശിച്ചത്. ഗ്രന്ഥാലയത്തിലുള്ള പുസ്തകങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ ലൈബ്രറിയൻ CH അബ്ദുള്ളക്കുട്ടി വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു. പറവണ്ണയുടെ സാംസ്കാരിക വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ഗ്രന്ഥാലയത്തിൽ ആയിരക്കണക്കിലധികം പുസ്തകങ്ങളുണ്ട്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സിറാജുൽ ഉലൂം ഗ്രന്ഥാലയത്തിൽ ഒട്ടുമിക്ക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനക്കായി ലഭിക്കുന്നു. പറവണ്ണയുടെ പരിസര പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും വായനശാലയിലും ഗ്രന്ഥാലയത്തിലും എത്തുന്നത്. പഴയകാല പ്രസിദ്ധീകരണങ്ങൾ ധാരാളം ഉള്ളതിനാൽ ഗവേഷണ വിദ്യാർത്ഥികളും സിറാജ് ഉലൂം ഗ്രന്ഥാലയത്തിലെ സ്ഥിരം സന്ദർശകരാണ്. പറവണ്ണ സലഫി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളാണ് സിറാജുൽ ഉലൂം ഗ്രന്ഥാലയത്തിൽ സന്ദർശിച്ചത്. പ്രഥമാധ്യാപകൻ ടി മുനീർ, OA ഹുസ്ന, ഹമീദ് പാറയിൽ എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് പറവണ്ണ. സാക്കിർ പിലാശ്ശേരിയുടെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനു വേണ്ടി AIYF പ്രവർത്തകർ ധനസമാഹരണം നടത്തി. തിരൂർ പോലീസ് ലൈനിൽ നടന്ന ധനസമാഹരണത്തിൽ നിരവധി സുമനസ്സുകൾ കനിഞ്ഞു. ജീവകാരുണ്യത്തിന്റെ ഭാഗമായി നടന്ന ധനസമാഹരണത്തിൽ AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് കാടയിൽ, മണ്ഡലം സെക്രട്ടറി PK ബാബു, പ്രസിഡന്റ് അരുൺ പ്രകാശ്, ജില്ലാ കമ്മിറ്റി അംഗം അയ്യൂബ് വേളക്കാടൻ, വിനോദ് പള്ളിയാലിൽ, സിദ്ദീഖ് മുട്ടിയാട്ടിൽ, റാബിയ, AITUC മണ്ഡലം സെക്രട്ടറി KP ഹരീഷ് കുമാർ, പ്രകാശൻ കുറ്റൂർ, ദാസൻ, അനിൽ എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.